അല്ല, എന്താ ദേവി ഞാനീ കാണുന്നേ? ആരാ വരുന്നേ നോക്കി? നീ പേടിക്കണ്ട മോളെ, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. പിന്നെ കുറച്ചു ദൂരം ഒന്ന് നടന്നു നോക്കാന്ന് കരുതി. നിന്നൊന്ന് കാണുകയും ചെയ്യാലോ. സ്റ്റൂൾ എടുക്കുമോളെ, ഇരിക്കെ. വേണ്ട വേണ്ട, വെള്ളമൊന്നും വേണ്ട. എനിക്ക് ക്ഷീണമൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ മോളെ കണ്ടപ്പോ ഒക്കെ മാറുകയും ചെയ്തു. അത് നേരാ. കുറച്ച് ദിവസം കൂടി കാണുകയല്ലേ മോളെ, അതിന്റെ ഒരു തെളിച്ചം അച്ഛന്റെ മുഖത്ത് കാണാനുണ്ട്. അല്ലേ ദേവൂട്ടിയെ? ആള് ഉസാറായിട്ടുണ്ടോന്നോ? എന്താ സംശയം? ഇപ്പൊ നമ്മുടെ പഴയ സുരേന്ദ്രനെ തിരിച്ചു കിട്ടിയില്ലേ? ഒക്കെ അമ്മയുടെ അനുഗ്രഹമാ. അപേക്ഷിക്കുന്നവരെ ദേവി പരീക്ഷിക്കും, പക്ഷേ ഉപേക്ഷിക്കത്തില്ല. എല്ലാം എന്റെ മോളുടെ പ്രാർത്ഥനയുടെ ഫലമാ കുമാരേട്ട. ഇവളില്ലായിരുന്നെങ്കിലേ ഞാനിപ്പോഴും വെട്ടിയിട്ട തടി പോലെ ആ കട്ടിൽ തന്നെ കിടന്നേനെ. അല്ല, മോളിപ്പോ കടയിൽ അങ്ങനെ വരാറില്ലേ? ആർക്കോ കൂട്ടിരിക്കാൻ ആശുപത്രി പോകുന്നുണ്ടെന്ന് ഇന്ദുമതി പറഞ്ഞു. എന്താ സംഭവം? ആ കുട്ടിയുടെ കൂടെ ആരുമില്ലേ ഇപ്പോ? സുരേന്ദ്ര, ആ കുഞ്ഞിന്റെ അച്ഛന്റെയും കാര്യം കഷ്ടത്തിലാ. ശിവപ്രിയ എന്നാ മോളുടെ പേര്. അച്ഛന് നാട്ടിലെ അമ്പലത്തില് ശാന്തിപ്പണിയാ. ആ മോൾക്ക് 9 വയസ്സുവരെ ജാതകത്തിൽ ആയുസ് പറഞ്ഞിട്ടുള്ളൂന്നാ തിരുമേനി ഞങ്ങളോട് പറഞ്ഞത്. കുഞ്ഞിന്റെ ആയുസ്ദോഷം മാറാൻ അവളെയും കൂട്ടി അമ്മയെ കണ്ട് തൊഴാൻ വന്നതാ. തിരുമേനിയുടെ 2ാം ഭാര്യയും അവരുടെ മോനും കൂടെ ഉണ്ട്. പക്ഷേ അവര് തരല്ല. 2 മൂശേട്ടകളാ. തിരുമേനി ആ കുഞ്ഞും വെറും സാധുക്കളാ. അതെയോ? പാടുന്ന കുട്ടിയാണോ? ആ കുഞ്ഞ് ദേവീ കീർത്തനവും ശിവസ്തുതിയൊക്കെ ചൊല്ലുന്നത് കേട്ടാ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അത്രയ്ക്ക് ഗംഭീരായി പാടും. ഓ, പാവം. മോളുടെ അരങ്ങേറ്റം മൂകാംബിക അമ്മയുടെ മുന്നിൽ വെച്ച് നടത്തണമെന്ന് തിരുമേനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. വിദ്യാമ്മ അതിന്റെ നാളും നേരവും ഒക്കെ കുറിച്ച് കൊടുത്തതുവാ. പക്ഷേ എന്തു ചെയ്യാം, അരങ്ങേറ്റത്തിന്റെ അന്നാ ആ പാവം അസുഖം കൂടി ആശുപത്രിയിലായത്. തിരുമേനി മാത്രമേ ഉള്ളൂ അതിനൊരു ആശ്രയം. അതുകൊണ്ടാ ദേവൂട്ടി സഹായത്തിന് കൂടെ പോയത്. അതിനെന്താ, അതൊരു നല്ല കാര്യമല്ലേ? നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം ആ സാധുക്കൾക്ക് ചെയ്തു കൊടുക്കണം. അത് സാക്ഷാൽ മൂകാംബികാമ്മ നമ്മളെ ഏൽപ്പിച്ച നിയോഗമായി കണ്ടാ മതി. പക്ഷേ ഇതൊന്നും ഇന്ദുമതിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അവൾക്ക് സ്വന്തം കാര്യം സിന്ദാബാദ്, അത്രേ ഉള്ളൂ. നീ പൂക്കടയിലിരിക്കാതെ നാട്ടുകാർക്ക് വേണ്ടി ചുറ്റിക്കറങ്ങുകയാണെന്നാ അവളുടെ ആക്ഷേപം. പൂക്കടയെന്നുള്ള വരവ് കുറഞ്ഞാലോന്നുള്ള ആദ്യം അവൾക്ക്. അല്ല, എന്നിട്ടിപ്പോ ആ മോൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ ഭേദം ഉണ്ടെങ്കിലും ആ കുട്ടിക്കിനി അധിക കാലം ഉണ്ടാവില്ലെന്നാ എല്ലാവരും പറയണത്. ശരിയാ മോളെ, മോള് പറഞ്ഞതുപോലെ മൂകാംബിക ദേവി ആ കുഞ്ഞിന്റെ ആയുസ്സിന് കാവലുണ്ടാവും. മുത്തശ്ശി അവിടെ ഇല്ല മോളെ. മുത്തശ്ശി എവിടെ പോയെന്നോ? 2 ദിവസം മുമ്പ് രവീന്ദ്രൻ വന്നിരുന്നു. അവന്റെ മോൾക്ക് എന്തോ ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന്. അതുകൊണ്ട് അമ്മയെ സഹായത്തിന് വിളിക്കാൻ വേണ്ടി വന്നതാ. ഇനിയിപ്പോ വരാൻ കുറച്ച് ദിവസം പിടിക്കും. അമ്മയെ അവന്റെ കൂടെ അയക്കാതിരുന്നാല്
അതും കഷ്ടമല്ലേ മോളെ? അവനും അമ്മയുടെ മോനല്ലേ? അവന്റെ മോൾക്കൊരു ആവശ്യം വരുമ്പോ അമ്മയ്ക്ക് പോയല്ലേ പറ്റൂ. സാരമില്ല, എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് എന്റെ കാര്യം ഓർത്ത് മോള് വിഷമിക്കുകയും വേണ്ട. ആ പിന്നെ അമ്മ പോകുന്നതിന് മുമ്പ് നിനക്ക് തരാൻ ഒരു സമ്മാനം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനത് ഭദ്രമായി വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. മുത്തശ്ശിയുടെ സമ്മാനമല്ലേ? അപ്പോ കാര്യമായിട്ട് എന്തേലും ഉണ്ടാവും. കോളടിച്ചല്ലോ ദേവൂട്ടിയേ.